ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു വെൽ സർക്യൂട്ട്. നമ്മൾ നോക്കാൻ പോകുന്ന ഡബ്ല്യു കോയിൻ, നമ്മൾ കുറച്ച് മാസമായിട്ട് മൈൻ ചെയ്യുന്ന ഡബ്ല്യു കോയിൻ ഇപ്പോൾ വിഡ്രോൾ സ്റ്റാർട്ട് ആവാനായിട്ടുണ്ട്. എന്ന് വെച്ചാൽ പാർട്ണർഷിപ്പും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ ലിസ്റ്റിംഗ് ഉടനെ തന്നെ ഉണ്ടാവും. അപ്പോൾ അതിനായിട്ട് വാലറ്റ് കണക്ഷൻ കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ആയിട്ടുണ്ട്. അപ്പോൾ ഇതുവരെ നിങ്ങൾ ഡബ്ല്യു കോയിൻ മൈനിങ് സ്റ്റാർട്ട് ആക്കിയിട്ടില്ലെങ്കിൽ ഇന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യുക. ഇനി നിങ്ങൾക്ക് സമയമുണ്ട്. പ്രീ ലോഞ്ച് ഇവൻറ്റ്സ് ഒക്കെ നടക്കുന്നേ ഉള്ളൂ. അപ്പോൾ ഇനി നിങ്ങൾക്ക് ഇഷ്ടംപോലെ സമയമുണ്ട്. നിങ്ങൾക്ക് ഇപ്പോൾ മൈൻ ചെയ്താൽ നല്ലൊരു ഏണിങ്സ് ഉണ്ടാക്കാൻ പറ്റും. കാരണം ഹാംസ്റ്റർ കോമ്പാറ്റ് പോലെ 200 മില്യൺ യൂസേഴ്സ് ഒന്നുമില്ല, വളരെ കുറഞ്ഞ യൂസേഴ്സ് മാത്രമേ ഉള്ളൂ. അപ്പോൾ നല്ലൊരു ഷെയർ നമുക്ക് ഇത് കിട്ടും. ഞാൻ ടെലഗ്രാമിൽ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ, വീഡിയോ കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല. കാരണം നമ്മൾ സാധാരണ മൈൻ ചെയ്യുന്ന ആപ്സ് പോലെ തന്നെ എക്സ്ട്രാ വ്യത്യാസങ്ങളും കാര്യമൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ അധികം ചെയ്തിട്ടില്ല. പിന്നെ എക്സ്ട്രാ സ്റ്റേക്കിംഗ് കാര്യങ്ങൾ മാത്രമാണുള്ളത്, അത് മാത്രം പറയാം. മെയിനായിട്ട് നിങ്ങൾക്ക് എഡിക്സ് ഉണ്ടാക്കാൻ പറ്റും. ടാപ്പ് ചെയ്തിട്ട് തന്നെയാണ്. ടാപ്പ് ചെയ്യുന്നതോറും നിങ്ങൾക്ക് മേലെ എങ്ങനെ എഡിക്സ് കൂടുന്ന കാണാം. ഓക്കെ, പിന്നെയുള്ള ടാസ്കുകളുണ്ട്. ടാസ്കുകൾ കംപ്ലീറ്റ് ചെയ്തപ്പോൾ ട്രസ്റ്റ് വാലറ്റിൻ്റെ കുറേ പുതിയ ടാസ്കുകൾ വന്നിട്ടുണ്ട്, അത് നമുക്ക് നോക്കാം. അതുപോലെ തന്നെ ഇവിടെ ആക്റ്റീവ് പോയി കഴിഞ്ഞാൽ പുതിയ ടാസ്കുകൾ കാണാം. ഞാനെല്ലാം കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കംപ്ലീറ്റഡിലേക്ക് വരും. ഓക്കെ, ടാസ്കുകൾ കംപ്ലീറ്റ് ചെയ്താൽ നിങ്ങൾക്ക് ഇഷ്ടംപോലെ ഡബ്ല്യു കോയിൻ കിട്ടും. പിന്നീടുള്ളത് ഫ്രണ്ട്സിനെ റെഫർ ചെയ്യാം. 80 പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫ്രണ്ട്സിനെ റെഫർ ചെയ്യാം. ഫ്രണ്ട്സിനെ റെഫർ ചെയ്താൽ നിങ്ങൾക്ക് അതിൻ്റെ റെഫറൽ ബോണസ് കുറച്ച് കിട്ടും. അപ്പോൾ എല്ലാവരും റെഫർ ചെയ്യാത്തതുകൊണ്ട് ഞാനത് കാണിക്കുന്നില്ല. സ്റ്റേക്കിംഗ് എന്ന് പറയുന്ന സെക്ഷനാണ് ആർക്കും മനസ്സിലാവാത്തത്. സ്റ്റേക്കിംഗ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് കാണാം ഒരു ബാങ്കിൻ്റെ ഒരു ലോഗോ ആണുള്ളത്. ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് സ്റ്റേക്ക് ചെയ്യാനുള്ള സംഭവം ഒരു സ്ലോട്ട് എനിക്കുള്ളൂ, ബാക്കി രണ്ടിൽ ഞാൻ സ്റ്റേക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് പ്ലസ് അടിച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ കയ്യിലുള്ള കോയിൻ സ്റ്റേക്ക് ചെയ്യാൻ പറ്റും. സ്റ്റേക്ക് എന്ന് വെച്ചാൽ നമ്മൾ ബാങ്കിലൊക്കെ ഫിക്സഡ് ഡെപ്പോസിറ്റ് ഇടുമല്ലോ, ഇത്ര കാലത്തേക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ ഫിക്സഡ് ആയിട്ട് ഇടുകയാണ്. അപ്പോൾ നമുക്ക് നല്ലൊരു പലിശ കിട്ടും ബാങ്കിൽ നിന്ന്. അതേ സിസ്റ്റം തന്നെയാണ് ഇതിലും സ്റ്റേക്കിംഗ് എന്ന് പറഞ്ഞാൽ. നമ്മൾ കുറച്ച് നമ്മളെ കയ്യിലുള്ള ഡബ്ല്യു കോയിൻ അവിടെ സ്റ്റേക്ക് ചെയ്യും. ഓക്കെ, ഒരു ഇത്ര ദിവസത്തേക്ക് സ്റ്റേക്ക് ക്ലിക്ക് ചെയ്താൽ കാണാം. 3 ദിവസം വേണോ, 7 ദിവസം വേണോ, 14 ദിവസം വേണോ നമുക്ക് സെലക്ട് ചെയ്യാം. 3 ദിവസത്തിന് നമ്മൾ ഇടുകയാണെങ്കിൽ നമുക്ക് കിട്ടുന്ന ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് പറഞ്ഞാൽ 2% ആണ്. നമ്മൾ ഇടുന്ന ഡബ്ല്യു കോയിനും പ്ലസ് ഒരു 2%. ഇപ്പോൾ 100 ഇടുന്നതെങ്കിൽ ഒരു 2 കോയിൻ കൂടി നമുക്ക് എക്സ്ട്രാ കിട്ടും. 1000 ഇടുകയാണെങ്കിൽ ഒരു 200 കോയിൻ കൂടി നമുക്ക് എക്സ്ട്രാ കിട്ടും 2 ദിവസത്തിനാണെങ്കിൽ. 14 ദിവസത്തേക്ക് സ്റ്റേക്ക് ചെയ്താൽ നമുക്ക് 20%, 100 കോയിൻ സ്റ്റേക്ക് ചെയ്താൽ നമുക്കപ്പോൾ 20 കോയിൻ എക്സ്ട്രാ കിട്ടും. 20% നമ്മൾ എത്രയാണ് ഇടുന്നത് അതിൻ്റെ 20% കൂടി നമുക്ക് എക്സ്ട്രാ തിരിച്ച് കിട്ടും 14 ദിവസം കഴിയുമ്പോൾ. നഷ്ടമോ കാര്യങ്ങളൊന്നുമില്ല. വേണ്ടവർക്ക് സ്റ്റേക്ക് ചെയ്യാൻ ഞാൻ ഓൾറെഡി ഒരു 200 മില്യൺ ഇവിടെ സ്റ്റേക്ക് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാം, ഞാൻ 101 മില്യൺ ഇട്ടത്. അപ്പോൾ എനിക്ക് തിരിച്ച് കിട്ടുമ്പോൾ 121 മില്യൺ ആയിട്ട് കിട്ടും. ഓക്കെ, 20% ഞാൻ ഇട്ടത് 14 ദിവസത്തേക്കോ 20 ദിവസത്തേക്കോ എന്തോ ആണ്. അപ്പോൾ 20% ആണ് എനിക്ക് അവിടെ കിട്ടുന്ന പെർസെൻറ്റേജ്. ഇൻട്രസ്റ്റ് റേറ്റ് 20% ആണ്. അപ്പോൾ നിങ്ങൾക്ക് സ്റ്റേക്ക് ചെയ്ത എക്സ്ട്രാ ഏണിങ്സും കൂടെ കിട്ടും. ഈ ഒരു ബാർ കഴിഞ്ഞാൽ empty ആയി കഴിഞ്ഞാൽ ഫില്ലാവാൻ എത്ര ടൈം എടുക്കും എന്നുള്ളതാണ് നമ്മൾക്ക് ചാർജർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഡബ്ല്യു വർക്കർ എന്ന് പറഞ്ഞ ബോട്ടാണ്. നമ്മൾ ഓഫ്ലൈൻ ആയാലും ഒരു 1,50,000 അത് ഓരോ പ്രാവശ്യം നമുക്ക് മൈൻ ചെയ്ത് തരും. ഓക്കെ, അപ്പോൾ അതൊരു നല്ല പ്രോഫിറ്റബിൾ ആണ്. പിന്നെ മൾട്ടിപ്ലെയർ ഉണ്ട്. മൾട്ടിപ്ലെയർ എന്ന് പറഞ്ഞാൽ ഒരു ഗാംബ്ലിംഗ് പോലെയാണ്. നമ്മളുടെ കോയിൻ എത്ര എക്സ് വേണമെങ്കിലും ആക്കാം. ചിലപ്പോൾ നമ്മൾ ഇട്ട പൈസ കിട്ടില്ല, ചിലപ്പോൾ ഇട്ട് കിട്ടും. അത്രയേ ഉള്ളൂ. ഞാൻ ഓൾറെഡി പർച്ചേസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അതിനനുസരിച്ചായി ചെയ്യാം. ഇനി നമ്മൾ നോക്കുന്ന വാലറ്റ് കണക്ഷനാണ്. വാലറ്റ് കണക്ഷൻ ഞാൻ പറഞ്ഞ പോലെ തന്നെ ട്രസ്റ്റ് വാലറ്റ് മാത്രമേ പറ്റുള്ളൂ. ട്രസ്റ്റ് വാലറ്റുമായിട്ടുള്ള പാർട്ണർഷിപ്പാണ് ഇവർ ചെയ്തിരിക്കുന്നത്. ട്രസ്റ്റ് വാലറ്റ് അല്ലാത്തൊരു വാലറ്റ് നിങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ വർക്കാവില്ല. ഓക്കെ, നിങ്ങളൊരു കാര്യം ചെയ്യുക, ട്രസ്റ്റ് വാലറ്റ് ഡൗൺലോഡ് ചെയ്യാൻ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. പ്ലേ സ്റ്റോറിലുണ്ട്, അവിടെ നിന്ന് ഡൗൺലോഡ് ചെയ്യുക. എന്നിട്ട് നിങ്ങളുടെ മെറ്റാമാസ്ക് അങ്ങോട്ടേക്ക് ഇമ്പോർട്ട് ചെയ്താൽ മതി. മെറ്റാമാസ്ക് ഇല്ലാത്തവരാണെങ്കിൽ എങ്ങനെ മെറ്റാമാസ്ക് വാലറ്റ് ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളതിൻ്റെ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അത് നോക്കുക, മെറ്റാമാസ്ക് ക്രിയേറ്റ് ചെയ്യുക. നിങ്ങൾക്ക് അപ്പോൾ 12 വേർഡ്സുള്ള കീ ഫ്രേസ് കിട്ടും. അത് ട്രസ്റ്റ് വാലറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ അത് കൊടുത്താൽ മതി. ഓക്കെ, ഇനി പുതിയൊരു ട്രസ്റ്റ് വാലറ്റ് ക്രിയേറ്റ് ചെയ്താലും ഒരു പ്രശ്നമില്ല, നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. ഓക്കെ, പുതിയ വാലറ്റോ അല്ലെങ്കിൽ മെറ്റാമാസ്ക് ഇമ്പോർട്ട് ചെയ്യുക എന്ത് വേണമെങ്കിൽ ചെയ്യാം. ട്രസ്റ്റ് വാലറ്റ് ആയിരിക്കണം എന്ന് മാത്രമാണ് നിർബന്ധമുള്ളൂ. വാലറ്റ് കണക്ട് ചെയ്യാൻ എന്ത് ചെയ്യുക, വാലറ്റിൻ്റെ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്ക് കൂടെ അഡ്രസ്സ് കൊടുക്കാണ്ട്, ട്രസ്റ്റ് വാലറ്റ് അഡ്രസ്സോട് കൊടുക്കാണ്ട് ഓപ്പൺ യുവർ വാലറ്റ് ആൻഡ് കോപ്പി യുവർ ടോൺ അഡ്രസ്സ് എന്നാണ് പറയുന്നത്. നമ്മൾ ടോണിൻ്റെ ബ്ലോക്ക് ചെയിനിലാണ് ഡബ്ല്യു കോയിൻ വരാൻ പോകുന്നത്. അപ്പോൾ ടോണിൻ്റെ അഡ്രസ്സാണ് നമ്മളോട് കൊടുക്കേണ്ടത്. നിങ്ങളുടെ സാധാ ടെലഗ്രാമിൽ ടോൺ വാലറ്റോ ടോൺ കീപ്പറോ ഒന്നും പറ്റില്ല, ട്രസ്റ്റ് വാലറ്റ് തന്നെ വേണം. ഓക്കെ, മറക്കാതിരിക്കുക, എങ്കിലും നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങളും കിട്ടുള്ളൂ. അപ്പോൾ എന്ത് ചെയ്യുക, നമ്മൾ ട്രസ്റ്റ് വാലറ്റ് ഓപ്പൺ ചെയ്യുക. ട്രസ്റ്റ് വാലറ്റ് ഓപ്പൺ ചെയ്ത് എങ്ങനെ ഇൻ്റർഫേസ് ആണ് വരിക, നിങ്ങൾ ഓൾറെഡി ട്രസ്റ്റ് വാലറ്റ് ക്രിയേറ്റ് ചെയ്തെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇല്ലെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ ഇമ്പോർട്ട് ചെയ്യുകയോ പുതിയത് ക്രിയേറ്റ് ചെയ്യുകയോ എന്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം. അതിനുശേഷം റിസീവ് എന്ന് പറയുന്ന ബട്ടൺ കാണാം, അത് ക്ലിക്ക് ചെയ്യുക. റിസീവ് ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് സെർച്ച് ബാർ വരും. ആ സെർച്ചിൽ ടോൺ എന്ന് സെർച്ച് ചെയ്യുക. ടോൺ എന്ന് സെർച്ച് ചെയ്തപ്പോൾ നിങ്ങൾക്ക് താഴെ കാണാൻ പറ്റും. കുറച്ച് താഴേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മളുടെ ടോൺ ഇവിടെ കിടക്കുന്നുണ്ട്. ആ ടോൺ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. ഓക്കെ, ടോൺ ആണെന്ന് ഉറപ്പ് വരുത്തുക, ടോൺ കോയിൻ. അതിനുശേഷം കോപ്പി എന്ന് പറയുന്ന ബട്ടൺ കാണാം, അത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മളുടെ ടോൺ അഡ്രസ്സ് കോപ്പിയായി. അതിനുശേഷം എന്ത് ചെയ്യുക, വീണ്ടും നമ്മൾ ബാക്ക് വരിക. നമ്മളുടെ വാലറ്റ് അഡ്രസ്സ് കൂടെ കൊടുക്കാനുണ്ട്, ഇവിടെ ജസ്റ്റ് പേസ്റ്റ് ചെയ്യുക. അതിനുശേഷം കണക്ട് വാലറ്റ് എന്ന് പറയുന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. വാലറ്റ് കണക്ട് ആയി കഴിഞ്ഞാൽ 20,000 ഡബ്ല്യു കോയിൻ നിങ്ങൾക്ക് ഒരു റിവാർഡായിട്ട് കിട്ടുന്നതാണ്. നിങ്ങൾക്ക് നല്ല സ്ലോ ആയിരിക്കും, എനിക്ക് നല്ല സ്ലോ ആണ്, എല്ലാവർക്കും സ്ലോ ആണ്. കാരണം ഇപ്പോൾ വാലറ്റ് കണക്ഷൻ കാര്യങ്ങളൊക്കെ വന്നുകൊണ്ട് തന്നെ എല്ലാവരും കയറി നല്ല രീതിക്ക് മൈൻ ചെയ്യുന്നുണ്ട്. എല്ലാവരും നല്ല ഏണിങ്സ് ഉണ്ടാക്കാനാണ് ശ്രമിക്കുന്നത്. അപ്പോൾ യൂസേഴ്സ് എല്ലാവരും നല്ല കയറുന്നതുകൊണ്ട് തന്നെ നല്ല സ്ലോ ആണ്. നമുക്ക് ആപ്പ് ഓപ്പൺ ആവാനും ഒക്കെ നല്ല സ്ലോ ആണ്. അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് മാത്രം ചെയ്യുക, അല്ലാതെ തിരക്കാക്കിയാലൊന്നും കാര്യമില്ല. നമ്മൾ വെയിറ്റ് ചെയ്ത് ക്ഷമയോടെ ഇരുന്നാൽ മാത്രമേ നിങ്ങൾക്ക് എല്ലാം ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ വാലറ്റ് കണക്ട് ആയിട്ടുണ്ട്. ഇനി നമുക്ക് പുതിയ ടാസ്കുകളും കാര്യങ്ങളുണ്ടാകും നോക്കാം. ടാസ്ക് ചെയ്യുന്നതിന് മുന്നേ തന്നെ എല്ലാവർക്കും ഉള്ളൊരു ഡൗട്ട് അത് ക്ലിയർ ചെയ്യാം. ഇവിടെ സെറ്റിംഗ്സ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ ബ്ലോക്ക് ചെയിൻ സെലക്ട് ചെയ്യാനുണ്ടാവും. ഞാൻ ഓൾറെഡി സെലക്ട് ചെയ്തിരിക്കുന്ന ബ്ലോക്ക് ചെയിൻ എന്ന് പറയുന്നത് സൊലാനയാണ്. ഇതൊരു വോട്ടിംഗ് സിസ്റ്റം മാത്രമാണ്. ഓക്കെ, ഇതുകൊണ്ട് ഒരു ഇഷ്യൂ നിങ്ങൾക്ക് വരാനില്ല. ഇവരുടെ യൂസേഴ്സിന് ഏത് ബ്ലോക്ക് ചെയിനാണ് ഇഷ്ടം എന്നും ഡബ്ല്യു കോയിൻ അറിയാൻ വേണ്ടി ഒരു വോട്ടിംഗ് നടത്തിയതാണ് ഇത്. ഓക്കെ, ഞാൻ കൊടുത്ത സൊലാനയാണ്. ഇപ്പോൾ വരാൻ പോകുന്ന ടോണിലാണ് എന്ന് വെച്ചാൽ എനിക്കൊരു പ്രശ്നമുണ്ടോ? ഒരു പ്രശ്നമില്ല. ഇതൊരു ജസ്റ്റ് വോട്ടിംഗ് മാത്രമാണ്. നിങ്ങളുടെ സൊലാനയോ അല്ലെങ്കിൽ ഇതേറിയോ ഏത് സെലക്ട് ചെയ്തിട്ടുണ്ടെങ്കിലും ഒരു പ്രശ്നമില്ല. ഇത് ജസ്റ്റ് ഒരു വോട്ടിംഗ് മാത്രമാണ്. ഇനി നമുക്ക് പുതിയ ടാസ്കുകളിലേക്ക് പോകാം. ടാസ്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കണക്ട് ചെയ്യാനുള്ള ടാസ്ക് ഓൾറെഡി കഴിഞ്ഞു. പിന്നെ ഫോളോ ട്രസ്റ്റ് വാലറ്റ് ഓൺ എക്സ്
അപ്പോൾ നമ്മൾ ക്ലിക്ക് ചെയ്യുക, ഫോളോ അടിച്ച് കഴിഞ്ഞാൽ നേരെ നമ്മളുടെ ട്വിറ്ററിലേക്ക് പോകും. അതിനുശേഷം ബാക്ക് വരിക. അപ്പോൾ നിങ്ങൾക്ക് ക്ലെയിം വന്നിട്ടുണ്ടാകും. ക്ലെയിം വന്നാൽ ക്ലെയിം ചെയ്യാം. ഇനി വരുന്നില്ലെങ്കിൽ ഒന്നുകൂടി പോയി ഫോളോ അടിക്കുന്ന പോലെ ചെയ്യുക, എന്നിട്ട് ബാക്ക് വരിക. അപ്പോൾ നിങ്ങൾക്ക് ക്ലെയിം ആക്കാൻ പറ്റും. നല്ല സ്ലോ ആണ്, ഞാൻ പറഞ്ഞ പോലെ തന്നെ നല്ല രീതിക്ക് ലോഡിങ് കാര്യങ്ങളുണ്ട്. എല്ലാ യൂസേഴ്സും കയറുന്നതുകൊണ്ട് തന്നെ നല്ല ലോഡിംഗ് ആണ് ഇവിടെ നമുക്ക് കാണാൻ പറ്റുക. അപ്പോൾ കുറച്ച് വെയിറ്റ് ചെയ്യുക, ക്ഷമയോടെ ചെയ്യുക എല്ലാം. അടുത്ത ടാസ്കുകൾ ഫോളോ WCoin_on_X, അതുപോലെ തന്നെ ലൈക്ക്, ഒരു പോസ്റ്റ് ലൈക്ക് ചെയ്യാൻ, റീട്വീറ്റ് ചെയ്യാനുള്ളത്. ഇത് ഞാൻ ഓരോന്നും ചെയ്ത് കാണിക്കുന്നില്ല, നിങ്ങൾക്ക് ഈസി ആയിട്ട് ചെയ്യാവുന്നേ ഉള്ളൂ. ഞാനിപ്പോൾ ഇത് കംപ്ലീറ്റ് ചെയ്യാൻ പോവുകയാണ്. ട്രസ്റ്റ് വാലറ്റിൻ്റെ 5 ടാസ്കുകൾ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളൊരു ഗിവ് അവേയിലേക്കും എൻ്റർ ആവും. ഓട്ടോമാറ്റിക്കലി എൻ്റർ ആയിക്കോളും. പിന്നെ റിസൾട്ട് കാര്യങ്ങളൊക്കെ വരുമ്പോൾ അവർ പബ്ലിഷ് ചെയ്യും. ഓക്കെ, പിന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇവിടെ ക്ലാൻസിൻ്റെ ഓപ്ഷൻ ഒന്നും വന്നിട്ടില്ല. അപ്പോൾ ഇനി ഓപ്ഷൻസ് കാര്യങ്ങളൊക്കെ വരാനുണ്ട്. അപ്പോൾ ഇനിയും സമയമുണ്ട്. ഇതുവരെ മൈൻ ചെയ്യാത്തവർ മാക്സിമം മൈൻ ചെയ്യുക. ഇതുവരെ സ്റ്റാർട്ട് ചെയ്യാത്തവർക്കും ഇനി ടൈം ഉണ്ട്. അപ്പോൾ മാക്സിമം മൈൻ ഇന്ന് തന്നെ തുടങ്ങാൻ ശ്രമിക്കുക. ഡെയിലി കയറി ചെയ്യുക. ഒരു ദിവസം ജോയിൻ ചെയ്തിട്ട് വെറുതെ ഇടാനാണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് ഡെയിലി മൈൻ ചെയ്യണം എന്നുണ്ടെങ്കിൽ മാത്രം ഈ ഒരു പ്രൊജക്റ്റിലേക്ക് ജോയിൻ ആവുക. ഓക്കെ, ഹാംസ്റ്റർ കോമ്പാറ്റിലൊക്കെ ഇരിക്കുന്ന കുറച്ച് സമയമെങ്കിലും ഇതിലേക്ക് മാറ്റി വെക്കുക. അല്ലാതെ അത്ര ആൾക്കാരുള്ളതിൽ സമയം കളയാതെ ഇതുപോലെ ആൾക്കാർ കുറവുള്ള നല്ല പ്രൊജക്റ്റിൽ നിങ്ങളുടെ ടൈം ഇൻവെസ്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ നിർത്തുകയാണ്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാക്കി തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്ത് നിങ്ങളുടെ സപ്പോർട്ട് അറിയിക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ എയർ ഡ്രോപ്പ് ഫാമിംഗും മൈനിങ്ങും ഒക്കെ ചെയ്യുന്ന എല്ലാ ഫ്രണ്ട്സിലേക്ക് മാക്സിമം ഷെയർ ചെയ്ത് എല്ലാവർക്കും ഒരു നല്ല ഓപ്പർച്യൂണിറ്റി എത്തിച്ചു കൊടുക്കുക. ഓക്കെ, അതുപോലെ തന്നെ ഇനിയും ഇതുപോലത്തെ ഇൻഫോർമേറ്റീവ് വീഡിയോസ് കൃത്യസമയത്ത് ലഭിക്കാനായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് വരുന്ന ബെല്ലൈക്കൺ എനേബിൾ ചെയ്താൽ ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ കൃത്യസമയത്ത് ലഭിക്കും. അതുപോലെ റെഗുലറായിട്ട് എല്ലാ അപ്ഡേറ്റ്സും ആദ്യം തന്നെ കിട്ടാൻ നമ്മളുടെ ടെലഗ്രാം ചാനൽ ജോയിൻ ചെയ്യുക. ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ കാണാം. സീ യു സൂൺ. ബൈ.